ഇന്നൊരു ഗാർലിക് ചിക്കൻ ഉണ്ടാക്കിയാലോ? വലിയ വ്യത്യാസമൊന്നുമില്ല. വെളുത്തുള്ളി കുറച്ചധികം എടുക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. വെളുത്തുള്ളി ഒരു വലിയ ഇതാണ് എടുത്തിരിക്കുന്നത്. 1.5 വലിയ വലിയ വെളുത്തുള്ളി ഇല്ലേ, അതാണ് എടുത്തിരിക്കുന്നത്. അതെടുത്തിട്ട് നന്നായി തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കും. ചിക്കൻ ഏകദേശം 1.5 കിലോയിലും കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ നമുക്ക് വെളുത്തുള്ളിയൊക്കെ കുറച്ചധികം തന്നെ എടുക്കാം. ഗാർലിക് ചിക്കനല്ലേ, അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം എടുത്ത് ഇത് നന്നായിട്ട് ചതച്ചെടുക്കാം. ഇതിലേക്ക് 2 വലിയ തക്കാളി എടുക്കുക. ഇവിടെ വാങ്ങാൻ കിട്ടുമ്പോൾ നല്ല തണ്ടോട് കൂടിയാണ് വാങ്ങാൻ കിട്ടുക, നല്ല ഭംഗിയിൽ കാണാൻ. ഈ പീസസ് എടുത്തതിന് ശേഷം അതിൽ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് എണ്ണ, കുരുമുളക് പൊടി എല്ലാം ഇട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കും. പാൻ ചൂടായതിനു ശേഷം നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി ഒരു 5 വലിയ ഉള്ളി സ്ലൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഉള്ളിയൊക്കെ കുറച്ച് മുളച്ചിട്ടുണ്ട്, പക്ഷേ സാരല്ലേ, നമുക്കിതിൻ്റെ കൂടി ഇട്ട് അതിൻ്റെതും ടേസ്റ്റും ഉണ്ടാവുമല്ലോ. നന്നായിട്ട് ഒന്ന് വഴറ്റുക. ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് പച്ചമണം പോകുന്നത് വരെ വഴതായി. പച്ചമുളകും തക്കാളിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കുക. 2 വലിയ തക്കാളി കാണിച്ചു തന്നില്ലേ, അതാണ്. നന്നായിട്ട് വഴറ്റുക. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ട് മാരിനേഷനും 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി, ഏകദേശം ഒരു 3 ടീസ്പൂൺ മസാലപ്പൊടി, അതായത് മല്ലി, മുളക്, ഗരം മസാല ഒക്കെ പൊടിച്ച പൊടിയാണിത്, അത് ചേർത്ത് കൊടുക്കുക. ഒരു മിക്സി കഴുകിയ വെള്ളം, നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അരച്ച മിക്സി കഴുകിയ വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കുക. ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇതൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കറിവേപ്പിലയാണ്. കട്ടി വെച്ച ചിക്കൻ പീസസ് ഇല്ലേ, അതൊക്കെ നമുക്ക് ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ പീസസും ചേർത്ത് കൊടുത്തു. തിളച്ച് കഴിഞ്ഞതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് പിന്നെ നമുക്ക് നോക്കാം, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. നന്നായി തിളയ്ക്കുന്നുണ്ട്. തിളച്ചതിന് ശേഷം സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കനൊക്കെ കുക്കാവുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം. കുറച്ച് നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുക. ഇവിടെയൊക്കെ ഇങ്ങനെ ഫ്രീസ് ചെയ്തിട്ടാണ് വയ്ക്കുക. മല്ലിയില കുറച്ച് ചേർത്ത് കൊടുക്കുക. കഴിഞ്ഞിട്ടായതിന് തിളച്ചതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് ഒരു സ്ലോ ഫ്ലെയിമിൽ വേവിക്കാം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. അതോടെ കറി റെഡിയായി. ഇത് ചോറിൻ്റെ കൂടെ, ചപ്പാത്തീൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഗാർലിക് ചിക്കൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും.